വർക്കല ബീച്ചിൽ പൊളിഞ്ഞു പോയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്കായിട്ട് തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെയാണുള്ളത്. വർക്കല വരുന്നവർ ഈ ഒരു സ്പോട്ടിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം തന്നെയാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇവിടുന്ന് നേരെ നമ്മളിവിടെ ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വന്ദേ ഭാരത് പോകണം. എന്നാ വൈബല്ലേ, ഇതൊക്കെയല്ലേ മക്കളെ കാണേണ്ട കാഴ്ച. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളുപ്പിന് 5 മണിക്ക് എണീച്ച് നമ്മളൊരു സ്ഥലം കാണാൻ വേണ്ടി പോകണം. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഒരു യാത്ര. അത് രാവിലെ തന്നെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റെങ്ങുമല്ല, നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വക്കം പണയിൽ കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇപ്പോൾ നമ്മൾ ആ പണയിൽ കടവ് പാലം കയറണം. ഈ പാലത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു അന്യായ വ്യൂ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഈ പാലത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടിപൊളിയാണ്, ഒരു വൈബ് സ്ഥലമാണ്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ച ഇതാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ 360 ആയിട്ടുള്ളൊരു വ്യൂ ഇതാണ്. അപ്പോൾ ഈ ഒരു പാലം, ഈ പാലത്തിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഒരു പണയിൽ കടവ് വരുന്നത്. ഇവിടെ നമുക്ക് തിയേറ്റർ മൂവി നിങ്ങളെല്ലാവരും കണ്ടു കാണും അല്ലേ? തിയേറ്റർ മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ്. ഇവിടെ കണ്ട എന്തൊക്കെ പണിയൊക്കെ നടക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടൂറിസ്റ്റ് ഏറ്റെടുത്തിട്ട് കുറേ പാറയൊക്കെ ഇവിടെ ഇറക്കിയിട്ടിരിക്കുന്നത് ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഒരു പാലവും ഇവിടെ ഉള്ള ഒരു ആംബിയൻസും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വൈബാണ്. നമുക്കൊരു സേവ് ഡേറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനും ഫോട്ടോഗ്രാഫിക്കൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതുകൊണ്ട് ആ കാണുന്നൊരു സ്പോട്ട് കാണുന്നില്ലേ, അതാണ് പൊന്നും തുരുത്ത് എന്നറിയപ്പെടുന്നത്. അപ്പം ഈ പൊന്നും തുരുത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് അവിടെ ഒരു ദിവസം പോയിട്ടൊരു മറ്റൊരു വീഡിയോ ചെയ്യാം. ഈ പൊന്നും തുരുത്തും ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാണെന്നാണ് അറിയുന്നത്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. എന്തായാലും നമുക്ക് അടുത്ത ഒരു എപ്പിസോഡ് അവിടെ തന്നെ ആയിക്കളയാം. ഇപ്പോൾ ഈ പാലത്തിൻ്റെ താഴെ നിന്നിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത്. ഈ പാലത്തിനോടെ കണ്ട രാവിലെ മീൻ പിടിക്കാനൊക്കെ പോയിട്ട് വന്ന് നടക്കുന്ന ഒരുപാട് വള്ളങ്ങളൊക്കെ കാണാം. അതുപോലെ ഈ ഒരു സൈഡിൽ നമുക്ക് ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുള്ള സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. കാരണം മീൻ പിടിച്ചിട്ടൊക്കെ രാവിലെ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് കരിമീനും അതുപോലെ കൊഞ്ചും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. കായലിലെ കുറേ മീനുകളുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. വേറെ വള്ളക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കാണുന്നത് നമ്മുടെ SR മെഡിക്കൽ കോളേജാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ നേരെ അങ്ങ് പുലർന്ന് വരുന്ന സമയത്ത് തന്നെ ഇവിടെ കുറച്ച് കയാക്കിങ്ങിനൊക്കെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഈ ഒരു കായലിൽ കയാക്കിങ് ചെയ്യുന്നത് ഭയങ്കര ഒരു വൈബാണ്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അത് ഭയങ്കര രസമാണ്. അപ്പം അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് കാണിക്കാം. ഇന്നത്തേക്കുള്ള ആരെങ്കിലുമൊക്കെ ടൂറിസ്റ്റുകളെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചേട്ടൻ ബോട്ടും കൊണ്ട് പോവുകയാണ്. അതിൻ്റെ അടുത്ത് ഇവിടെയുള്ള കുറച്ച് പയ്യന്മാർ തന്നെ ചൂണ്ട ഇടുന്നുണ്ട്. ഈ കായലിലെ മീൻ പിടിച്ച് തന്നെ ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് ഏറെയും. മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് ചേട്ടന്മാർ തന്നെ വലയിൽ നിന്ന് മീൻ എടുക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് കടകളുണ്ട്, രാവിലെ ഫ്രഷ് മീനൊക്കെ കിട്ടുന്നത്. ഇവരെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും പിടിച്ചു പറിച്ചിട്ട് പോകാനായിട്ട് കുറേയേറെ പരുന്തുകൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൗസ് ബോട്ട് തകർന്ന് അടിഞ്ഞ് കിടക്കുന്നത് നമുക്കിവിടെ കാണാം. അങ്ങനെ അതിരാവിലെ പണയക്കടവ് തന്നെ ഇങ്ങനെ ഉണർന്നു വരുന്ന കാഴ്ചകളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കാനും പറഞ്ഞെങ്കിൽ ഇരിക്കാനൊക്കെ പറ്റിയ വൈബ് സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബോട്ട് ചേട്ടൻ തന്നെ ബോട്ടൊക്കെ എടുത്തുനിന്ന് അനക്കി തുടങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് കറക്കി ആൾക്കാരെയൊക്കെ വന്ന് ഇങ്ങോട്ട് ആകർഷിക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ പാലത്തിൻ്റെ അടിയിലോട്ട് കയറി പോവാണ്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് കാഴ്ച. നേരെ ഇങ്ങനെ പുലർന്ന് വരുമ്പം ഇവിടെ നിന്നിട്ടുള്ളൊരു വൈബ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇവിടുന്ന് നേരെ നമ്മൾ ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വന്ദേ ഭാരത് പോകണം. എന്നാ വൈബല്ലേ, ഇതൊക്കെയല്ലേ മക്കളെ കാണേണ്ട കാഴ്ച. രാവിലെ ഈ ഒരു ചെറിയ തണുപ്പത്ത് നിന്ന് ഇത്രയും ആംബിയൻസിൽ ഈ ഒരു സ്ഥലം കാണുമ്പം നമുക്ക് വേറൊരു ലെവൽ ഫീലാണ്. ഇത് വേറെ എവിടെ കിട്ടണം. അപ്പോൾ കാണാൻ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്പീഡ് ബോട്ട് വരും. ഇപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ഇങ്ങനെ സ്പീഡ് ബോട്ടൊക്കെ കാണാൻ കേട്ടോ വന്നു കഴിഞ്ഞാൽ. അതിൽ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കറങ്ങി വൈബ് അടിക്കാൻ പറ്റും. അടിപൊളി ഒരു സ്പോട്ടാണ്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് വർക്കലയിൽ വരുന്ന ആൾക്കാർ, വർക്കല ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഈ ഒരു സ്പോട്ട് അറിയാം. നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇവിടെ പരിസരത്തൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഇവിടെ കൂടെ വരാനായിട്ട് ശ്രമിക്കുക. വർക്കല വരുന്നവർ ഈ ഒരു സ്പോട്ടിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം തന്നെയാണ്. അടിപൊളി സ്പോട്ടാണ്. ഇവിടെ കയാക്കിംഗ് ഒക്കെ ഒരുപാടുണ്ട്. കയാക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ബനാന ബോട്ട് റൈഡ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നല്ല ടൂറിസ്റ്റുകളൊക്കെ തന്നെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്ക് കാണാം നല്ല ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് നല്ല ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട്. ഹൗസ് ബോട്ടല്ല, എന്താ പറയുക, എന്താ ആയിക്കോട്ടെ, അത് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം.
അതുപോലെ തന്നെ സ്പീഡ് ബോട്ടും അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റി ഉണ്ട്. ഈ കാണുന്ന സാധനം എന്താണെന്നറിയാമോ? ഇത് നമ്മളെ വർക്കലയിൽ മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കിടന്ന സംഭവമാണ്. അത് തന്നെ ഇപ്പം കിടക്കുന്നത് ഇവിടെയാണ്. കണ്ടോ? വർക്കല ബീച്ചിൽ പൊളിഞ്ഞു പോയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്കായിട്ട് തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെയാണുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങകലെ വീണ്ടും നമുക്ക് ട്രെയിനുകളൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു വൈബ് ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഡെയിലി വ്ളോഗിൻ്റെ അടുത്തൊരു എപ്പിസോഡായിട്ട് വർക്കലയിലെ മറ്റൊരു സ്ഥലത്തെ കാഴ്ചയോ അല്ലെങ്കിൽ വേറെ നമ്മുടെ ലൈഫ് സ്റ്റൈലോ കാഴ്ചയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാം. എന്തായാലും ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.